താഴെ നിലയിലുള്ളവരെ എല്ലാം കൊടുക്കാൻ പറ്റുന്ന സ്കീമുകൾ, പദ്ധതികൾ കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട് കേരളത്തിൽ. കാരണം ഞാൻ തന്നെ പല മേഖലയിലും അതുപോലെയുള്ളതിൽ പ്രവർത്തിക്കുമ്പോൾ അത് എത്ര ഫണ്ട് എത്തി, ആർക്കൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പിലാണെങ്കിലും ഞങ്ങളെ പ്രസിഡൻറ്റിൻ്റെ സാമൂഹ്യനീതി വകുപ്പാണ്, അതിൽ ഡിസേബിൾഡിന് എത്രമാത്രം കിട്ടുന്നുണ്ട് നമ്മളെ ഫണ്ടുകൾ ഗവൺമെൻറ് എന്നുള്ള. അത് അവിടെ ജാതി നോക്കിയാണോ കൊടുക്കുന്നത്? ഇതെല്ലാം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാ മതങ്ങളെയും നോക്കാണ്ട് ഓരോ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ്, മുദ്ര ലോൺ, ഇത് കണ്ട എല്ലാ പദ്ധതികളും യൂസ് ചെയ്ത് രാജ്യത്തിൻ്റെ എല്ലാം. ഇപ്പോൾ UPI വന്നപ്പോൾ പോലും പറഞ്ഞത് എന്താ, ഇതാ രാജ്യം നശിച്ചു, പക്ഷേ ലോകത്തിലെ ഏറ്റവും വിജയിച്ചൊരു പദ്ധതിയായിരുന്നത്. അപ്പോൾ ഇത് വെറുതെ അടിച്ചിറക്കണ ഒരു സാധനം അല്ല എന്ന് പറയാൻ ഒരു ടീം അവിടെ വേണം. അതാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു പാരലായിട്ട് തന്നെ BJP വർക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതിന് വർക്ക് ചെയ്യണം. വെറും രാഷ്ട്രീയത്തിലൂടെ കേരളത്തിൻ്റെ ജനങ്ങൾക്ക് നമ്മൾ മോദി അതാ ചെയ്തത്. ഇപ്പോൾ ഇവിടെ പറയും, കളിയാക്കും, ഇപ്പം നിർത്തിയിട്ടേ ഉള്ളത്. കക്കൂസ് ഉണ്ടാക്കുന്ന ആളാ മോദി. 11 മില്യൺ ടോയ്ലറ്റ്സാണ് കൊടുത്തത്. ചാണകം ഉണക്കി കത്തിക്കുന്ന ലേഡീസിന് 10 കോടിയിലധികം ഗ്യാസ് സിലിണ്ടറുകൾ കൊടുത്ത്, അടുപ്പ് കൊടുത്തു. അപ്പോൾ അത് മോഡി ചെയ്ത എന്തിനു വേണ്ടിയാണ്? ആ ജനങ്ങൾ, ആ പെണ്ണുങ്ങളും കുട്ടികളും മോദിക്ക് വോട്ട് ചെയ്തത് 2014 തൊട്ടിട്ട്.